Hi friends, this is Dr. Anugraha here, and today's topic is ectopic pregnancy. Okay? Now, what is the definition of ectopic pregnancy? If the implantation of the fertilized ovum occurs outside the uterus, then it is called as ectopic pregnancy. Normally, ഒരു ഫെർട്ടിലൈസ്ഡ് ഓവം എവിടെ ചെന്നാണ് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുക? വേർ ഡസ് ഇറ്റ് ഗോ ആൻഡ് സിറ്റ്? നോക്കിയേ. Okay, this is the uterus. You can see the fallopian tube, right? അപ്പോൾ see, once the egg gets fertilized, okay, once the egg and sperm they meet, fertilization occur, the fertilized ovum, okay, or the fertilized egg will find its way through the fallopian tube into the uterus. അപ്പം യൂട്രൻ വാളിലാണ് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ഓവൻ ചെന്ന് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുക നോർമലി. അപ്പം നമ്മുടെ ഈ ഫലോപ്പിയൻ ട്യൂബിനകത്തുണ്ടല്ലോ, സി ഫലോപ്പിയൻ ട്യൂബിനകത്ത് വി ഹാവ് ഗോട്ട് വാട്ട്? സീലിയ. സീലിയ. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് ഓവം എവിടെയാണ് ഫെർട്ടിലൈസേഷൻ? മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എവിടെയാണോ? ഇറ്റ് ഇസ് ഇൻ ദ പ്ലേസ് ഫലോപ്പിയൻ ട്യൂബിൽ ഏത് സൈറ്റിലാണ് മോസ്റ്റ് കോമൺലി ഫെർട്ടിലൈസേഷൻ അക്കർ ചെയ്യാന്ന് ചോദിച്ചാൽ യു വിൽ സേ ഇറ്റ് ഇസ് അറ്റ് ദി ആംപ്യൂല. വിൽ ടോക്ക് അബൌട്ട് ഫലോപ്പിയൻ ട്യൂബ്, അതിൻ്റെ സൈറ്റ്സ് നമ്മൾ പഠിക്കാം. സോ ആസ് ഓഫ് നൗ സി, വൺസ് ഫെർട്ടിലൈസേഷൻ അക്കേഴ്സ് ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ്, ഈ സീലിയ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു സീലിയാസ്, ഇറ്റ് വിൽ പുഷ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം ഇൻ ടു ദ യൂട്രസ്. അപ്പോൾ യൂട്രസിലാണ് ഫെർട്ടിലൈസ്ഡ് ഓവൻ ചെന്ന് ഇംപ്ലാന്റേഷൻ നടക്കുക നോർമലി. ബട്ട് ഇൻ സം ഫീമെയിൽസ് ഡ്യൂ ടു സർട്ടൺ റീസൺസ്, ഇറ്റിയോളജി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഇൻട്രായൂട്രൻ ഡിവൈസസ്, സ്മോക്കിംഗ്, പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ റീസൺസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള സ്ത്രീകളിൽ സംടൈംസ് ഈ ഫെർട്ടിലൈസ്ഡ് ഓവൻ ചെന്നിട്ട് ഇറ്റ് ഗെറ്റ്സ് ഇംപ്ലാന്റഡ് in areas other than the uterine wall. Okay, so that is called as ectopic pregnancy. Understood? It is the implantation of the fertilized ovum outside the uterus. Now, MCQs from this topic. Most common site where the ectopic pregnancy can occur, that is the ampulla of the fallopian tube. And black color edukate, it's not very visible, no? Blue edukam. Okay, see this part. Okay, you can see this is a fallopian tube, this is a uterus, that all you know, right? Now ivide you should know the parts of the fallopian tube, very important. Just the light is gone. See, this is the fallopian tube. Okay, and here we have the uterus. Okay, ഇങ്ങനെയാണ്. ദിസ് ഇസ് ദ യൂട്രസ്. ഓക്കെ, ഇത് ഞാൻ ഒരു സൈഡ് കാണിച്ചേക്കാണ്. ഓക്കെ, രണ്ട് സൈഡിലും യൂട്രസിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്, അതറിയാലോ. അപ്പം ഞാൻ ഒരു സൈഡ് മാത്രം കാണിക്കുകയാണ് ഫോർ എക്സ്പ്ലനേഷൻ. സി ദിസ് പാർട്ട് വിച്ച് ഇസ് നിയർ ടു ദ യൂട്രസ്, ദിസ് ഇസ് കോൾഡ് ആസ് കോർണുവ ഓർ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇൻറ്റർസ്റ്റിഷ്യം. എന്താണ് ഈ ഗ്രേ കളറിലുള്ള റീജിയൻ ഇല്ലേ, ദാറ്റ് ഇസ് കോൾഡ് ആസ് കോർണുവ ഓർ ഇൻറ്റർസ്റ്റിഷ്യം. Now this part, okay, that is called as isthmus. Okay, and ഈ green color കാണുന്നുണ്ടോ, the green color of the fallopian tube, that is the ampulla. And this part, this is the infundibulum. Okay, and ഇത് കണ്ടോ ഇങ്ങനെ കൂർത്തിരിക്കുന്നതാണ് നമ്മുടെ ഫിംബ്രിയ. ഓക്കെ, ഇത് ഈ ഫിംബ്രയാണ് ഓമിനെ കളക്ട് ചെയ്തിട്ട് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അകത്തേക്ക് കയറ്റുന്നത്, അതറിയാലോ. നൗ സോ യു ലേൺ ദ പാർട്സ് വൺസ് അഗൈൻ. ഈ ഭാഗം എന്താണ്? ദാറ്റ് ഇസ് ദി കോർണുവ ഓർ ഇൻറ്റർസ്റ്റിഷ്യം ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ്. ദിസ് ഇസ് ദി isthmus, ദിസ് ഇസ് ദി ampulla, then we have the infundibulum and the fimbriae. Okay, very important. The question they ask is most common site where ectopic pregnancy can occur, that is the ampulla of the fallopian tube. എവിടെയാണ് ampulla? ഈ ഗ്രീൻ കളർ കണ്ടോ? ഓക്കെ, ഈ ഭാഗത്താണ് where you get to see most commonly ectopic pregnancy. Most common site where ectopic pregnancy can be spotted is ampulla. Why? എന്തുകൊണ്ട്? See, ampulla, first thing, ആ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു വൈഡസ്റ്റ് പാർട്ടാണ്
ആംപ്യൂള. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് അവിടെ ഇരിക്കാനായിട്ട് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഓൾറൈറ്റ്. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കും? ആംപ്യൂള ഈസ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ എക്ടോപിക് പ്രഗ്നൻസി. എങ്ങനെ ഓർത്തിരിക്കും? ആംപ്യൂള ഹാസ് ആംപിൾ സ്പേസ്. ആംപിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പേസ് ഫോർ ദ ഫെർട്ടിലൈസ്ഡ് ഓവം ടു സിറ്റ്. ആംപ്യൂള, ഇത് ഓർത്തിരിക്കണം കേട്ടോ. ഇനി സെക്കൻഡ് മോസ്റ്റ് കോമൺ സൈറ്റ് ടു റപ്ചർ. സി, ഈ ഫെർട്ടിലൈസ്ഡ് ഓവം ഉണ്ടല്ലോ, ഇറ്റ് ഓവർ ടൈം, ഓക്കെ, ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഓവർ ടൈം ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഗ്രോ. ഓക്കെ, ആദ്യമേ ചെറിയ സൈസ് ആയിരിക്കും, പിന്നെ പിന്നെ ഇറ്റ് വിൽ ഗ്രോ. ബേസിക്കലി ഇറ്റ് ഈസ് എ ഗ്രോയിങ് എംബ്രിയോ, റൈറ്റ്? പക്ഷേ ഇൻ ദ റോങ് പ്ലേസ്. അപ്പം ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഗ്രോ ആസ് ദ വീക്ക് പ്രോഗ്രസസ് ആൻഡ് നമ്മുടെ ട്യൂബിന് ആ ഒരു ഗ്രോയിങ് എംബ്രിയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റേഷണൽ സാക്കിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പവർ ഇല്ല. സോ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ റപ്ചർ. ദാറ്റ് ജസ്റ്റേഷണൽ സാക്ക് വിൽ റപ്ചർ. സോ which is the most common site in the fallopian tube where this rupture can be seen? അങ്ങാണ് അവിടെ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ റപ്ചർ ഉണ്ടാവാൻ സാധ്യത ഏത് സൈറ്റിലാണ്? ദാറ്റ് ഇസ് ഇസ്ത്മസ്. ലുക്ക് ഹിയർ. സി, ഇസ്ത്മസിലും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ഇസ്ത്മസിൽ ഉണ്ടായാൽ ദർ ഇസ് ചാൻസ് ഫോർ റപ്ചർ, റൈറ്റ്? ഇവിടെ ഇരിക്കുന്ന എംബ്രിയോ ആസ് ഇറ്റ് ഗ്രോസ് ഇത് ബസ്റ്റ് ഔട്ട് ചെയ്യാം, റപ്ചർ ചെയ്യാം. സോ യു വിൽ മെമ്മറൈസ് ഇറ്റ് ആസ് isthmus is very irritable. I for isthmusന്റെ I, you will take that and remember it as irritable. So see, isthmus, that part is the narrowest part of the fallopian tube. Fallopian tube അതിൻ്റെ ഇസ്തമസിൻ്റെ ഭാഗം ഭയങ്കര ചെറുതാണ്. ഓക്കെ, സോ ദോ ഇറ്റ് ഈസ് മസ്കുലർ, ദോ ദി ഇസ്തമസ് ഇസ് മസ്കുലർ, അതിനെ എക്സ്പാൻഡ് ആസ് ദി എംബ്രിയോ ഗ്രോസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. യൂട്രസിലാണെങ്കിൽ യൂട്രസ് എക്സ്പാൻഡ് ചെയ്യും. ആസ് ദി എംബ്രിയോ ഗ്രോസ് യൂട്രസിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇസ്തമസിന് അങ്ങനെ പറ്റത്തില്ല. സോ ആസ് ദി എംബ്രിയോ ഗ്രോസ് ഇൻ ദി ഇസ്തമസ്, ബൂം, right, it will burst. അപ്പം the chance of rupture in ectopic pregnancy, ഏത് ഭാഗത്താണ് ectopic pregnancy ഉണ്ടായാലാണ് റപ്ചറിന് സാധ്യത? വെരി ഗുഡ്, isthmus. Okay, so I for I, isthmus is irritable isthmus. There is chance of rupture. പിന്നെ ഇനിയിപ്പം ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഏത് സൈറ്റിൽ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായാലാണ് മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയാം? മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഇഫ് ദി ectopic pregnancy occurs in the cornua. ഇത് കണ്ടോ, ഈ ഭാഗമല്ലേ കോർണുവ എന്ന് ഞാൻ പറഞ്ഞത്, റൈറ്റ്? സോ ആ യൂട്രസിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഭാഗമാണ് കോർണുവ അല്ലെങ്കിൽ ഇൻഡസ്റ്റിഷ്യം എന്ന് പറയാം. അവിടെ ഓക്കെ, ഇഫ് ദർ ഇസ് എക്ടോപിക് പ്രഗ്നൻസി, സി ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. കാരണം എന്താണ്? ദർ ഇസ് ചാൻസ് ഫോർ ഹെമറേജ്. ഈ ഇപ്പോൾ ഇൻഡസ്റ്റിഷ്യത്തിലാണെങ്കിൽ ഇവിടുത്തെ എംബ്രിയോ വലുതാവും. ഓക്കെ, ആൻഡ് സി ഈ ഭാഗം, ഈ ഇൻഡസ്റ്റിഷ്യൽ ഭാഗം, ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ യൂട്രിൻ ആർട്ടറി, ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ഒവേരിയൻ ആർട്ടറീസ്. അപ്പം ഇവിടെ എക്ടോപിക് പ്രഗ്നൻസി റപ്ചർ ആയാൽ ഈ ആർട്ടറീസും റപ്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? ഹെമറേജ്, ബ്ലീഡിങ് ഉണ്ടാവാം, റൈറ്റ്? ദർ കുഡ് ബി ഹീമോപെരിറ്റോണിയം. ഈ ബ്ലീഡിങ് ആവുന്ന സമയത്ത് ഈ ബ്ലഡ് പെരിറ്റോണിയൽ സ്പേസിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്, റൈറ്റ്? പൗച്ച് ഓഫ് ഡൗളേഴ്സിലൊക്കെ ചെന്ന് ബ്ലഡ് കളക്റ്റഡ് ആയിട്ട് കിടക്കാം. അപ്പോൾ അതുകൊണ്ടാണ്, ആൻഡ് ദ പേഷ്യൻ്റ് ക്യാൻ ഗോ ഫോർ ഷോക്ക്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോർണുവയിലാണ് അല്ലെങ്കിൽ ഇൻഡസ്റ്റിഷ്യൽ റീജിയൻ ഓഫ് ദി ഫെലോപ്പിയൻ ട്യൂബിലാണ് എക്ടോപിക് പ്രഗ്നൻസി എങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചല്ലോ. പിന്നെ സി, നോട്ട് ജസ്റ്റ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ I told you the implantation occurs not in the uterus. See, it can occur in the fallopian tube. That is not normal, so we call it as ectopic pregnancy. Implantation can occur in the cervical region, can occur in the ovaries, can occur in the abdominal region. ഇതൊക്കെ rare sites ആണ്. Now, risk factors. എങ്ങനത്തെ ആൾക്കാരിലാണ് എക്ടോപിക് പ്രഗ്നൻസി കൂടുതൽ കാണാൻ സാധ്യത? See, basically anything that causes irritation to the fallopian tube. നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അകത്ത് എന്തുണ്ട്? ഞാൻ പറഞ്ഞു സീലിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ പുഷ് ചെയ്ത് എവിടെ യൂട്രസിൻ്റെ പിക്ചർ? ഓക്കെ, ഫെർട്ടിലൈസേഷൻ, ഇപ്പം ഇവിടെ ഒരു എഗ്ഗ് ഫെർട്ടിലൈസ് ആയെന്ന് വെച്ചോളൂ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അകത്ത്. ആ എഗ്ഗിനെ, ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ പുഷ് ചെയ്ത് യൂട്രസിൻ്റെ വാളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ സഹായിക്കുന്ന എന്താണ്? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അകത്തുള്ള സീലിയാണ്. ചെറിയ ചെറിയ ഹെയറി സ്ട്രക്ചേഴ്സ് ആണ്. ഇറ്റ് വിൽ പുഷ് ദ ഫെർട്ടിലൈസ്ഡ് ഓം ടുവേർഡ്സ് എ യൂട്രസ്. അപ്പം
any infection or any pathology that causes dysfunction to the cilia will affect the movement of the fertilized ovum. ഇപ്പം ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, ഇപ്പോൾ ക്ലമീഡിയ അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ള ഒരാൾക്ക് വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ ഇറിറ്റേറ്റ് ദ സീലിയ ഓഫ് ദി ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ സീലിയക്ക് ശരിക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ ഫെർട്ടിലൈസ്ഡ് ഓവം ഐഡിയലി എന്താണ്, അത് ഇങ്ങോട്ട് പോകേണ്ടതാണ് അല്ലേ, യൂട്രസിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഈ സീലിയ മൂവ്മെൻറ്റ് ശരിക്കും നടക്കാത്തതുകൊണ്ടാണ് ആ ഫെർട്ടിലൈസ്ഡ് ഓവം അവിടെ തന്നെ ആ ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ അങ്ങ് ഇരുന്ന് പോകും. അവിടെ ഇരുന്നങ്ങ് വളരാമെന്ന് വിചാരിക്കും, വിച്ച് ഈസ് ബാഡ്. Okay, so അതാണ് ബേസിക് കോൺസെപ്റ്റ്. എനിത്തിങ് ദാറ്റ് കോസസ് ഇറിറ്റേഷൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്, ദാറ്റ് കോസസ് ഡിസ്ഫങ്ഷൻ ടു ദ സീലിയ ക്യാൻ കോസ് എക്ടോപിക് പ്രഗ്നൻസി. അപ്പോൾ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ലൈക്ക് ക്ലമീഡിയ, എനി ഇൻഫെക്ഷൻ ഓഫ് ദ പെൽവിസ്, it can damage the cilia of the fallopian tube. Okay, പിന്നെ പ്രീവിയസ് എക്ടോപിക് പ്രഗ്നൻസി ഒരു റിസ്ക് ഫാക്ടറാണ്. ട്യൂബൽ സർജറി, ഫെലോപ്പിയൻ ട്യൂബിൽ നേരത്തെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടെങ്കിൽ സെയിം തിങ്, അഡിഷൻസ്, അവിടെ സ്കാറിങ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായാൽ എന്ത് പറ്റും, സീലിക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ യൂട്രസിലേക്ക് പുഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഫെർട്ടിലൈസ്ഡ് ഓവ് എന്ത് വിചാരിക്കും, ഓക്കെ ഞാൻ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അവിടെ തന്നെ ഇരുന്നിട്ട് ലെറ്റ് മീ ഗ്രോ എന്ന് വിചാരിക്കും. ഓക്കെ, ഇൻട്രായൂട്രൈൻ ഡിവൈസ് യൂസ് ചെയ്യുന്ന സ്ത്രീകളിൽ അവരിലും നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി കാണാറുണ്ട്. എന്തുകൊണ്ടാണ്, ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ യൂട്രസിൽ ഇംപ്ലാന്റേഷൻ നടക്കില്ല എന്ന് ഉറപ്പ് വരുത്തും. ഓക്കെ, പക്ഷേ ഫെർട്ടിലൈസേഷൻ അപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. ഒരു ഓവം റിലീസ് ആയാൽ ഇറ്റ് മേ ഗെറ്റ് ഫെർട്ടിലൈസ്ഡ് ബൈ ദ സ്പേം. ഓക്കെ, സോ ആൻഡ് such a fertilized ovum can get implanted in the tube. Okay, just that intrauterine device വെച്ചാൽ യൂട്രസിൽ ഇംപ്ലാന്റേഷൻ നടക്കില്ല. പക്ഷെ ചില സ്ത്രീകളിൽ sometimes ovum can get fertilized and implantation can occur elsewhere. Understood? പിന്നെ assisted reproductive techniques, smoking also causes a ciliary dysfunction ഉണ്ടാക്കും. Alright, so these are the risk factors. Clinical features of ectopic pregnancy, the lady is going to have amenorrhea. Basically the pregnancy is just that it's in the wrong place. Appo they'll come with missed periods. Okay, and they're going to have lower abdominal pain. Lower abdominal pain എന്തുകൊണ്ട് ഉണ്ടാവുന്നേ, ഇപ്പോൾ for example fallopian tube ലാണ് ectopic pregnancy എന്ന് വെച്ചോളൂ. അതിനകത്തൊരു ഗ്രോയിങ് എംബ്രയോ ഉണ്ട്. ഓക്കെ, ജസ്റ്റേഷണൽ സാക്ക് ഉണ്ട്, അതിനകത്ത് ഗ്രോയിങ് എംബ്രയോ ഉണ്ട്, ആൻഡ് ദ എംബ്രയോ വിൽ സ്റ്റാർട്ട് ടു ഗ്രോ. അപ്പോൾ ഈ ഫെലോപ്പിയൻ ട്യൂബും സ്ട്രെച്ച് ആവും. സോ ഈ ഫെലോപ്പിയൻ ട്യൂബ് സ്ട്രെച്ച് ആവാനായിട്ട് നമ്മുടെ ബോഡി യൂസ് ടു അല്ല, യൂട്രസ് സ്ട്രെച്ച് ആവുന്നതാണ് നോർമൽ. സോ ബിക്കോസ് ഓഫ് ദിസ്, ആസ് എ ഫെലോപ്പിയൻ ട്യൂബ് സ്ട്രെച്ചസ് ഇറ്റ് ക്യാൻ കോസ് പെയിൻ. പിന്നെ ലോവർ അബ്ഡോമിനൽ പെയിൻ ഇങ്ങനത്തെ ആൾക്കാരിൽ വരാൻ വേറൊരു കാരണം എന്ന് വെച്ചാൽ സംടൈംസ് ഈ ഫെലോപ്പിയൻ ട്യൂബിലുള്ള പ്രഗ്നൻസി, എക്ടോപിക് പ്രഗ്നൻസി, ഇറ്റ് ക്യാൻ റപ്ചർ. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് കോർണുവ ആ സൈറ്റിലാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റപ്ചർ ആയിട്ട് അവിടുത്തെ ആർട്ടറീസ് റപ്ചർ ആവാം, ബ്ലീഡിങ് ഉണ്ടാവാം. അതിനെയാണ് ഹീമോപെരിറ്റോണിയം എന്ന് വെച്ചാൽ ബ്ലഡ് ഇൻ ദ പെരിറ്റോണിയൽ ക്യാവിറ്റി, അതുണ്ടാവാം. സോ ഈ പെരിറ്റോണിയം ഹൈലി ഇനർവേറ്റഡ് സ്ട്രക്ചറാണ്. എസ്പെഷ്യലി ഇത് നമുക്ക് പെരിറ്റോണിയൽ പെരിറ്റോണിയംനകത്ത് വി ഹാവ് ഗോട്ട് ലേയേഴ്സ് ലൈക്ക് വിസറൽ പെരിറ്റോണിയം, പെറൈറ്റൽ പെരിറ്റോണിയം. ഓക്കെ, യു ലേൺ ദാറ്റ് ഇൻ സർജറി. എനിവേസ്, പെരിറ്റോണിയം ഹൈലി ഇനർവേറ്റഡ് ആണ്. അപ്പോൾ അവിടെ ബ്ലഡ് യൂഷ്വലി ഉണ്ടാവാൻ പാടില്ല. അപ്പം ബ്ലഡ് അവിടെ നിറഞ്ഞു കിടന്നാൽ അവിടെ നോസിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിസെപ്റ്റേഴ്സ് ഉണ്ട്, നെർവ് എൻഡിങ്സ് ആണ്. അത് നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ട് പറയും അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആൻഡ് ദ ബ്രെയിൻ സ്റ്റാർട്ട്സ് ടു തിങ്ക് ദാറ്റ് ആസ് പെയിൻ. ഓക്കെ, സോ ബേസിക്കലി ഹീമോപെരിറ്റോണിയം അല്ലെങ്കിൽ ബ്ലഡ് ഇൻ ദ പെരിറ്റോണിയൽ റീജിയൻ ക്യാൻ കോസ് പെയിൻ. പിന്നെ അഡ്നെക്സൽ ടെൻഡർനെസ്. ഈ അഡ്നെക്സൽ ടെൻഡർനെസിൻ്റെ അർത്ഥം എന്താണ്? അഡ്നെക്സ എന്ന് വെച്ചാൽ എന്താണ്? അഡ്നെക്സ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ അടുത്തുള്ള ഫെലോപ്പിയൻ ട്യൂബ്, ഓവറീസ്, ഇതിനെയാണ് അഡ്നെക്സ എന്ന് പറയാം. ഓക്കെ, സോ അഡ്നെക്സൽ ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത്, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗത്ത് നമ്മൾ ബൈ മാനുവൽ എക്സാമിനേഷൻ്റെ സമയത്ത് പ്രസ് ചെയ്യുമ്പോൾ the patient will say it pains doctor. കാരണം because ആ ectopic pregnancy എവിടെയാണ്, ട്യൂബിലാണെങ്കിൽ when you press that region, okay, the patient is going to experience pain, right? That is why. Okay, so that is adnexal tenderness. Adnexa എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? The area near the uterus. Okay, ആ ഏരിയയിലാണല്ലോ ectopic pregnancy യൂഷ്വലി കാണുക. നിങ്ങൾ ബൈമാനുവൽ എക്സാമിനേഷൻ്റെ സമയത്ത് അവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് patient is going to have pain. Okay, പിന്നെ ഇങ്ങനത്തെ ആൾക്കാരിൽ വജൈനൽ എക്ടോപിക് പ്രഗ്നൻസിയിൽ സംടൈംസ് ദേ ക്യാൻ കം വിത്ത് വജൈനൽ ബ്ലീഡിങ് ഓൾസോ. കാരണം ഈവൻ ദോ ദിസ് ഇസ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ആക്ച്വലി പ്രഗ്നൻസി, ജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ റോങ് പ്ലേസ്. അപ്പോൾ നമ്മുടെ യൂട്രസ് എന്താ വിചാരിക്കുന്നതെന്നറിയോ? ഓക്കെ,
ഇനീഷ്യൽ ഫ്യൂ വീക്സിൽ ബീറ്റ എച്ച് സി ജി ഇങ്ങനത്തെ ആൾക്കാരിൽ നന്നായിട്ട് കൂടും ബിക്കോസ് ഇറ്റ് ഇസ് പ്രഗ്നൻസി, റൈറ്റ്? അപ്പോൾ ബീറ്റ എച്ച് സി ജി കൂടുമ്പോൾ യൂട്രസിൽ ദ വാൾസ് they will become vascular, okay? The wall of the uterus, it will become thick, soft, that's called as deciduum, okay? അപ്പോൾ കുറേ നേരം നമ്മുടെ യൂട്രസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, ബീറ്റ എച്ച് സി ജി കൂടുകയാണ്, ഇപ്പം ഫെർട്ടിലൈസ്ഡ് ഓവം വന്നിട്ട് ഇവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷേ എക്ടോപിക് പ്രഗ്നൻസിയിൽ എവിടെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞു? വേറെ സ്ഥലത്ത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞു. ഇറ്റ് കുഡ് ബി ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ് ഓർ ഇറ്റ് കുഡ് ബി ഇൻ ദ ഓവറി എൽസ്വെയർ. അപ്പോൾ കുറച്ച് നേരം ഈ നമ്മുടെ യൂട്രസ് ഇറ്റ് ബിക്കംസ് വാസ്കുലർ, ബട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടും ആ ഗസ്റ്റ് വന്നിട്ടില്ല, നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ഓവം വന്നിട്ടില്ല. അപ്പോൾ യൂട്രസ് എന്ത് വിചാരിക്കും? ഓക്കെ, മേ ബി പ്രോപ്പർ ഫെർട്ടിലൈസേഷൻ നടന്നു കാണത്തില്ല, അപ്പോൾ ലെറ്റ് മീ ഷെഡ്. ഓക്കെ, ലെറ്റ് മീ ഷെഡ്. സോ വജൈനൽ ബ്ലീഡിംഗ് ആയിട്ട് യൂട്രസിൽ the uterus has become thick and vascular, right? Other it will shed, so it can be seen as vaginal bleeding. Okay, so ectopic pregnancy ladies can come with vaginal bleeding also. Pinne, what is the patient is going to have cervical motion tenderness. Cervical motion tenderness എന്ന് പറഞ്ഞാൽ when you move the cervix, okay, examination സമയത്ത് when you move the cervix, the patient is going to have pain, right? Because implantation നടന്നിരിക്കുന്നത് it could be in the fallopian tube or elsewhere, and cervix is connected to those regions. അല്ലേ? After uterus comes, see, after uterus comes cervix. Okay, so when you move cervix, okay, the nearby area, suppose ഇപ്പോൾ implantation നടന്നത് ഈ fallopian tube ആണെങ്കിൽ, when you move the cervix, this area will get slightly irritated and the patient says, doctor, it is paining. അതാണ് cervical motion tenderness. Okay, പിന്നെ ഇങ്ങനത്തെ പേഷ്യൻസിന് they are going to have shoulder pain. Ectopic pregnancy ഉള്ള ഒരാളിൽ എന്തിനാണ് ഷോൾഡർ ടിപ്പ് പെയിൻ ഉണ്ടെന്ന് പറയും? എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? Let me just have a drink. Okay. Ectopic pregnancy ഉള്ള ഒരാളിൽ എന്തുകൊണ്ടാണ് ഷോൾഡർ പെയിൻ ഉണ്ടാവുന്നത്? Because of, in one word if I have to answer, I will say because of hemoperitoneum. See, ഞാൻ പറഞ്ഞു, especially if the ectopic pregnancy is in the cornua, interstitial region of the fallopian tube, അവിടെ റപ്ചർ ആയാൽ എന്ത് പറ്റും? നല്ല ബ്ലീഡിങ് ഉണ്ടാവാം. ബ്ലീഡിങ് ഉണ്ടായാൽ the blood can get collected in the peritoneal cavity, and the blood in the peritoneal cavity, it sometimes can move up and irritate the diaphragm. Okay, so diaphragm supply ചെയ്യുന്ന ഏത് nerves ആണ്? C3, C4, C5, right? ഈ nerves ആണ്, they also innervate the shoulder tip. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ the patient will have referred pain. Understood? Okay, fine. So that is it, right? Okay, that's it. Next, we will go to diagnosis. How will you diagnose? Okay, so we'll see, a lady comes to you, tells you, doctor, missed periods ആണ്, slight abdominal pain ഉണ്ട്. Okay, so missed periods ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കുന്നത് എന്തായിരിക്കും? You suspect pregnancy. അപ്പോൾ നിങ്ങൾ ബീറ്റ എച്ച് സി ജി നോക്കും. നോർമലി ഒരു പ്രഗ്നന്റ് അല്ലാത്ത ഫീമെയിലിന് ബീറ്റ എച്ച് സി ജി എന്ന് പറയുന്നത് less than 5 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ when you look at the patient's report, if beta HCG is more than 1500, okay, so it means that it could be pregnancy. Okay, and then you do a scan. നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ, okay, you do not see any gestational sac, uterus, intrauterine gestational sac. See, a patient comes to you, okay, she says missed period, beta HCG നോക്കിയപ്പോഴത്തേക്ക് more than 1500 ഉണ്ട്. Okay, then you ask her to get a scan. Okay, അപ്പോൾ in the uterus, okay, see, you expect what? Okay, the pregnant ആയിരിക്കും, അപ്പം you expect to see a gestational sac in the uterus. പക്ഷേ I'm telling you, in the intrauterine area there is no gestational sac in this patient. അപ്പോൾ ഇങ്ങനെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ you must think about ectopic pregnancy. എന്ന് വെച്ചാൽ ബീറ്റ എച്ച് സി ജി ഹൈ ആണ്, പക്ഷേ യൂട്രസിനകത്ത് ജസ്റ്റേഷണൽ സാക്കും ഇല്ല. See, transvaginal സ്കാനിൽ as early as 4.5 to 5 വീക്സിൽ നമുക്ക് ജസ്റ്റേഷണൽ സാക്ക് കാണാൻ പറ്റും. ജസ്റ്റേഷണൽ സാക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് നമ്മുടെ ഇറ്റ് ഇസ് എ സാക്ക് വിച്ച് കണ്ടെയ്ൻസ് ദി എംബ്രിയോ ആൻഡ് ദ യോഗ് സാക്ക്. അതാണ് ജസ്റ്റേഷണൽ സാക്ക്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരിൽ യൂട്രസിനകത്ത് ഉണ്ടാവുമോ ജസ്റ്റേഷണൽ സാക്ക്? ഇല്ല, ഇറ്റ് വുഡ് ബി എൽസ്വെയർ.
You want to confirm it. Okay, you suspect ectopic pregnancy, patient is stable. So you want to confirm if it is ectopic pregnancy. What do you do next? You will repeat beta HCG after 48 hours. Okay. See, or normal, sometimes, chala samayathu, for 4.5 or 5 weeks, sometimes it may be difficult to see the gestational sac intrauterine. Sometimes. But transvaginal scan mostly we see. But just to confirm the diagnosis of ectopic pregnancy, you will ask the patient to do beta HCG after 48 hours. See, the concept here is a normal pregnancy anengil, beta HCG will double in 48 hours. Normal pregnancy anengil, beta HCG will double in 48 hours. Ectopic pregnancy anengil, there is going to be beta HCG after 48 hours, there is going to be suboptimal rise. This suboptimal rise in the suboptimal rise in the increase but not as expected. Very slowly it will rise. Okay, rising the beta HCG value, it will be okay. That increased but very slow. Double okay, that is called a suboptimal rise. Very slight increase in beta HCG. So that is what you expect in ectopic pregnancy. Suboptimal rise. Understood? Okay. Then again, you ask the patient to do a transvaginal scan. Uterus you won't get to see any gestational sac if it is what ectopic pregnancy. Okay, so what you get to see is ectopic pregnancy anengil adnexa. Adnexa nu parnal nammada fallopian tube ovary a region avade ningalku oru mass kaanan pattum. Basically that is ectopic pregnancy. Pinne chela streegal njan parnille there could be rupture, okay, and there could be free fluid in the pouch of Douglas. The pouch of Douglas nu parnal see ഒരു പേഷ്യൻ്റ് കിടക്കുമ്പോൾ ഓക്കെ ഇറ്റ് ഈസ് എ ലോവസ്റ്റ് പോയിന്റ് ഇൻ ദ പെൽവിസ്. സോ എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കെട്ടിക്കിടക്കാൻ ഏറ്റവും കൂടുതൽ പ്രോമിനൻറ്റ് ഏരിയ പൗച്ച് ഓഫ് ഡൗഗ്ലസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ലോവസ്റ്റ് പോയിന്റ് ഇൻ ദ പെൽവിസ് വെൻ ദ പേഷ്യൻ്റ് ലൈസ് ഡൗൺ. പേഷ്യൻ്റ് കിടക്കുമ്പോൾ ആ ലോവസ്റ്റ് പോയിന്റ് പൗച്ച് ഓഫ് ഡൗഗ്ലസ് ആണ്. അപ്പം പെരിട്ടോണിയത്തിൽ വല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലഡ് ഫസ്റ്റ് ചെന്ന് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ചാൻസും പൗച്ച് ഓഫ് ഡൗഗ്ലസിലാണ്. അപ്പം ഇങ്ങനത്തെ സ്ത്രീകളിൽ ഇൻ കേസ് ദർ ഇസ് റപ്ചർ ഓർ ബ്ലീഡിങ്, ഓക്കെ, ഇൻട്രാപെരിട്ടോണിയൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലഡ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? പൗച്ച് ഓഫ് ഡൗഗ്ലസിൽ യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ സ്കാൻ. ഓക്കെ, പിന്നെ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡോപ്ലർ. ectopic pregnancy when you do Doppler you get to see a sign called as, see, look here, very important, ring of fire. What is it? A ring of fire. Look at this picture. Ring of, yeah, can you see? Ring of fire. Now endukondana ring of fire ennu choichal, why do you get to see this? You know, early pregnancy cells ille ippam ectopic pregnancy la നമ്മുടെ ഏർലി പ്രഗ്നൻസി സെൽസിനെയാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കാം. ഈ ട്രോഫോബ്ലാസ്റ്റ് സെൽസ് ദേ ഇൻവേഡ് ദ ലോക്കൽ ടിഷ്യൂ ആൻഡ് ന്യൂ ബ്ലഡ് വെസൽസ് വിൽ സപ്ലൈ ഇറ്റ്. ഓക്കെ, എനിവേസ് അതൊരു ഗ്രോയിങ് എംബ്രയോ ആണ്, അതുകൊണ്ട് തന്നെ ന്യൂ ബ്ലഡ് വെസൽസ് വിൽ ബി സപ്ലൈയിങ് ഇറ്റ്. സോ ഓൺ ഡോപ്ലർ ദിസ് ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ വിൽ അപ്പിയർ ആസ് എ റിംഗ് അറൌണ്ട് ദി എക്ടോപിക് സാക്ക്. ആ എക്ടോപിക് സാക്കിൻ്റെ ചുറ്റിനും ഈ പുതിയ പുതിയ ബ്ലഡ് വെസൽസ് ദേ വിൽ അപ്പിയർ ആസ് എ റിംഗ്. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് ഇസ് വൈ വി ഗെറ്റ് ടു സീ ദിസ് റിംഗ് ഓഫ് ഫയർ അപ്പിയറൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി മാനേജ്മെൻറ്റ്. ഓക്കെ, വെരി സിമ്പിൾ മാനേജ്മെൻറ്റ്. നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്, സർജിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ യു ഗോ ഫോർ മെഡിക്കൽ മാനേജ്മെൻറ്റ്. പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണ്, ഹീമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആണ്, ഷോക്ക്, എനി കോംപ്ലിക്കേഷൻസ് യു ഡയറക്ട്ലി ഗോ ഫോർ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ഗീവ് ഇസ് മെത്തോട്രെക്സേറ്റ്. മെത്തോട്രെക്സേറ്റ് ഇറ്റ് വിൽ ഡിസോൾവ് ദി എക്ടോപിക് പ്രഗ്നൻസി. ഓക്കെ, so methotrexate in the indication, see, medical treatment we give when the patient is stable, beta HCG is less than 5000, cardiac activity kuttikilla, and if the mass is less than, ectopic mass is less than 3.5 centimeter, it's good to go for medical management. Okay, അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മെത്തോട്രെക്സേറ്റ് ഒരു സിംഗിൾ ഡോസ് കൊടുത്താൽ മതി. ഈ ഒരു ഡോസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 50 mg per meter square ഇൻട്രാമസ്കുലർലി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മീറ്റർ സ്ക്വയർ എന്താണ് ഈ മീറ്റർ സ്ക്വയർ? സോ ബേസിക്കലി അത് ബോഡി സർഫസ് ഏരിയ ആണ്. ഓക്കെ, വി ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ പേഷ്യൻസ് വെയ്റ്റ്, ഹൈറ്റ് ആൻഡ് ദെൻ വി കാൽക്കുലേറ്റ്. നോ വൺ ഈസ് ഗോയിങ് ടു ആസ്ക് യു ദാറ്റ്, ബട്ട് ദിസ് ഈ 50 എന്നുള്ള വാല്യൂ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ റെജിമെൻ എന്താണ്? മെത്തോട്രെക്സേറ്റ് കൊടുക്കാം, സിംഗിൾ ഡോസ് ആണ്, യൂഷ്വലി 50 mg per meter square IM. അപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യണം. നമ്മളിത് കൊടുത്തിട്ടങ്ങ് വിട്ടാൽ പോരാ,
Ectopic pregnancy ആണ് ശരിക്കും മാനേജ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് ഡേഞ്ചറസ് ഫോർ ദ പേഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ ബീറ്റ ഈ മെത്തോട്രെക്സേറ്റ് കൊടുക്കുന്നതിന് മുന്നേ ആ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ബീറ്റ HCG നോക്കുന്നു. അതിനുശേഷം മെത്തോട്രെക്സേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം 4th ഡേയിൽ നമ്മൾ അഗെയിൻ വി ഹാവ് ടു ചെക്ക് ബീറ്റ HCG. അപ്പം ഐഡിയലി ഈ 4th ഡേ ആകുമ്പോഴത്തേക്കും ബീറ്റ HCG it wouldn't come down so much because our methotrexate action അങ്ങോട്ട് ഫുൾ ആയിട്ടില്ല. Okay, so we don't expect a sudden decrease in beta HCG on the 4th day, but 7th ഡേയിൽ നമ്മൾ ബീറ്റ HCG നോക്കണം. ഈ 7th ഡേയിൽ we expect a drop in beta HCG more than or equal to 15%. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ഡേ ബീറ്റ HCG നോക്കിയില്ലേ, ആ എമൗണ്ടിൽ നിന്ന് 15% എങ്കിലും കുറഞ്ഞിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് വി തിങ്ക് ദാറ്റ് ഓക്കെ നമ്മുടെ മെത്തോട്രെക്സേറ്റ് വർക്കായി. ഇല്ലെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് എക്ടോപിക് ടിഷ്യൂ കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോയിട്ടില്ല ആ പേഷ്യൻറ്റിൻ്റെ, റൈറ്റ്? സോ 7th ഡേ നോക്കുമ്പോഴും ആ ഒരു ബീറ്റ HCG ഇഫ് ആ 15% ഡ്രോപ്പ് ആയിട്ടില്ലെങ്കിൽ ദെൻ ഐദർ യു ഷുഡ് ഗിവ് 1 more dose ഓഫ് മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ സർജിക്കൽ ഓപ്ഷൻ യു ഷുഡ് കൺസിഡർ. ഓക്കെ, ഇനി സർജിക്കൽ ഇൻഡിക്കേഷൻ. സർജറി എന്താണ്? വാട്ട് സർജറി വി ഡു? ഓക്കെ, മോസ്റ്റ്ലി ഞാൻ പറഞ്ഞു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവുന്നത് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. സോ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഡു എ സാൽപിൻജെക്ടമി. സാൽപിൻജെക്ടമി എന്ന് പറഞ്ഞാൽ യു റിമൂവ് ദ ഫെലോപ്പിയൻ ട്യൂബ്. Wherever there is ectopic tissue, you remove that fallopian tube, or we can do salpingostomy. That is, you create or make an opening in the fallopian tube and the ectopic tissue is removed. That is salpingostomy. So surgical treatment നമ്മൾ ചെയ്യുന്നത് when the patient is hemodynamically not stable. Okay, if there is a ruptured ectopic and methotrexate work ആയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ we can do a surgical management. Okay, we'll do one question, very simple. Ectopic pregnancy is very simple, no? 28-year-old woman presents with 6 weeks of amenorrhea, lower abdominal pain and spotting. Her beta HCG 1800 ആണ്. Transvaginal ultrasound shows no intrauterine gestational sac. പുള്ളിക്കാരത്തി സ്റ്റേബിൾ ആണ്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. യു റിപ്പീറ്റ് ബീറ്റ HCG ആഫ്റ്റർ 48 hours, എമർജൻസി ലാപ്രോട്ടമി, ഡയലറ്റേഷൻ ആൻഡ് കെറട്ടോച്ച്, സ്റ്റാർട്ട് മെത്തോട്രെക്സേറ്റ്. So what is the most appropriate step? In this case you suspect what? Beta HCG high ആണ്, പക്ഷേ യൂട്രസിനകത്ത് ജസ്റ്റേഷൻ സാക്ക് കാണുന്നില്ല. Okay, so you suspect ectopic and she has what? Amenorrhea, she has lower abdominal pain, you suspect ectopic pregnancy. She is stable also. What do you do next? You will say repeat beta HCG after 48 hours, right? So ഈ 48 hours ശേഷം what do you expect? Ectopic pregnancy ആണെങ്കിൽ beta HCG there is going to be a suboptimal rise. Suboptimal rise എന്ന് പറഞ്ഞാൽ beta HCG കൂടും പക്ഷേ ഡബിൾ ആവത്തില്ല. നോർമൽ പ്രഗ്നൻസിയിലാണ് ആഫ്റ്റർ 48 hours the beta HCG will increase, will double. Okay, നോർമൽ പ്രഗ്നൻസിയിൽ. പക്ഷേ എക്ടോപിക് പ്രഗ്നൻസിയിൽ ആഫ്റ്റർ 48 hours, okay, in the first day 1 നിങ്ങൾ ബീറ്റ HCG ചെക്ക് ചെയ്യാണ്. ആഫ്റ്റർ 48 hours when you check, in ectopic pregnancy the beta HCG will increase but not double. Okay, it will slightly increase. Okay, then you can confirm that it is ectopic pregnancy. Alright, that's it about ectopic pregnancy. I hope you understood. And I'll see you in the next class. Stay blessed and eat healthy. Drink lots of water. Do yoga, right? Take care of your health. And take care. Stay blessed. Bye-bye.